നിങ്ങളൊരു നേഴ്സാണോ? ജർമ്മനിയിൽ ജോലി വേണോ? അതും ഫ്രീ ആയിട്ട്? എഡ്യൂസ്ട്രീം ഓവർസീസ് അതിനായിട്ട് നിങ്ങൾക്ക് ഒരു അവസരം ഒരുക്കുന്നു. എങ്ങനെയാണ് യാതൊരു ചെലവില്ലാതെ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഒരു ഓഫർ ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് ആക്ച്വലി ജർമ്മനിയിലേക്ക് ഫ്രീ ആയിട്ട് നേഴ്സസിനെ ജോബിനായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇവരുടെ ഫ്ലൈറ്റ് ടിക്കറ്റ്, ഇവരുടെ ലാംഗ്വേജ് ഫീസ്, ഇവരുടെ എക്സാമിനേഷൻ ഫീസ്, ഇവരുടെ A to Z പ്രോസസ്സിംഗ് ചാർജസ്, ഇവർ ഇന്റർവ്യൂവിൽ സെലക്റ്റഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് ജർമ്മൻ എംപ്ലോയർ ഇവർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും സ്പോൺസർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇവരെ ഫ്രീ ആയിട്ട് ₹1 പോലും വാങ്ങിക്കാതെ ഫ്രീ ആയിട്ട് ഇവരെ ജർമ്മനിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, അപ്പം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നഴ്സസ് ആണോ അതോ ഫ്രഷേഴ്സ് ആയിട്ടുള്ള നഴ്സസ്, അങ്ങനെ എന്തെങ്കിലും ക്രൈറ്റീരിയാസ് ഉണ്ടോ? നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ക്രൈറ്റീരിയ ഇല്ല. ഫ്രഷേഴ്സിനായാലും ദെൻ ബോത്ത് എക്സ്പീരിയൻസ്ഡ് ആയാലും നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. GNM, പോസ്റ്റ് BSc, BSc, MSc നഴ്സസ് 4 കാറ്റഗറിയിലുള്ള നഴ്സസിനും നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഓക്കെ, ഇതിനൊരു ഏജ് ലിമിറ്റ് ഉണ്ടോ? നമ്മൾ ആക്ച്വലി ജർമ്മനിയിൽ ഒരു ഏജ് ലിമിറ്റ് ഇല്ല. ബട്ട് ജർമ്മൻ ഗവൺമെന്റ് ഇന്ത്യയിൽ നിന്ന് നഴ്സസിനെ റിക്രൂട്ട് ചെയ്യുമ്പോൾ അവരൊരു ഏജ് സ്പെസിഫിക്കേഷൻ വെക്കുന്നുണ്ട്. അപ് ടു 40 or 42 ഏജ്. അതാണ് അവർ ക്രൈറ്റീരിയ ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പം ഇനി ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എവിടെ നിന്നാണ് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുക? നമുക്ക് അതിനുള്ള ഓഫേഴ്സ് ഇവിടെ ഉണ്ടോ? ആക്ച്വലി നമുക്ക് ഓഫേഴ്സ് ഉണ്ട്. നമ്മൾ A1 തൊട്ട് B2 വരെ ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും നമ്മൾ ലാംഗ്വേജ് സ്റ്റഡീസ് കൊടുക്കുന്നുണ്ട്. ഓരോ ലെവലും ഇപ്പൊ ഫോർ എക്സാമ്പിൾ A1 ആണെങ്കിൽ നമുക്ക് ₹6,000, A2 ആണെങ്കിൽ 6,000, B1 ആണെങ്കിൽ 6,000, B2 ആണെങ്കിൽ 6,000. ഏത് ലെവലാണെങ്കിലും നമ്മൾ ₹6,000 നമ്മൾ സ്റ്റഡീസ് പ്രൊവൻഷൻ ചെയ്യുന്നുണ്ട്. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നമ്മൾ പ്രൊവൻഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എഡ്യൂസ്ട്രീം ഓവർസീസ് നഴ്സസിന് മാത്രമാണ് ഓഫേഴ്സ് കൊടുക്കുന്നത്, അതോ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഓഫേഴ്സ് ഒക്കെ കൊടുക്കാനുണ്ട്? ആക്ച്വലി എഡ്യൂസ്ട്രീം ഓവർസീസ് എന്ന് പറയുന്നത് ഒരു ഓവർസീസ് കൺസൾട്ടൻസി പ്ലസ് ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. നമ്മൾ ജോബ് ഓഫേഴ്സ് ചെയ്യുന്നുണ്ട്, പ്ലസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ജർമ്മനിയിലേക്ക് ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട്, FSJ BFT പ്രോഗ്രാംസ് നമ്മൾ ചെയ്യുന്നുണ്ട്, OPER പ്രോഗ്രാംസ് നമ്മൾ ചെയ്യുന്നുണ്ട്, മാസ്റ്റേഴ്സ് ബാച്ചിലേഴ്സ് ചെയ്യുന്നുണ്ട്, പ്ലസ് നമ്മൾ ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള സ്കിൽഡ് ആൻഡ് അൺസ്കിൽഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട്. ബട്ട് ഇൻ ക്ലോസ് നമ്മൾ പറയുന്നത് വെച്ചാൽ ജർമ്മനിയിലേക്ക് ജർമ്മൻ ലാംഗ്വേജ് ഇല്ലാണ്ട് ഒന്നും നമുക്ക് സാധ്യമല്ല. ജർമ്മൻ ലാംഗ്വേജ് ബേസിക് എങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾക്ക് എല്ലാ പ്രൊഫഷൻസിലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് ജർമ്മനിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഏത് ലെവൽ പ്രൊഫഷൻസ് ആയാലും ജർമ്മൻ ലാംഗ്വേജ് നെസസറി ആണ്. ഫോർ ലാംഗ്വേജ് സ്റ്റഡീസ് എപ്പോഴും ലാംഗ്വേജ് സ്റ്റഡീസ് പറയുമ്പോൾ A1 തൊട്ട് B1 വരെയെങ്കിലും നമുക്ക് ലാംഗ്വേജ് സ്റ്റഡീസ് ഉണ്ടായാലാണ് ജർമ്മനിയിൽ നമുക്ക് സർവൈവ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. പലവരും പല കാറ്റഗറി പറയുന്നുണ്ട്, നമ്മൾ നാട്ടിൽ നിന്ന് പെട്ടെന്ന് കയറി പോവാം. ബട്ട് അവിടെ സർവൈവ് ചെയ്യണമെങ്കിൽ നമുക്ക് മിനിമം B1 എങ്കിലും ലാംഗ്വേജ് ലെവൽ ഉണ്ടെങ്കിലാണ് ജർമ്മനിയിൽ നമുക്ക് സർവൈവ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ. പിന്നെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്, ഇപ്പൊ എല്ലാവരും ജോലിക്ക് പോകുന്നവരാണ്, അപ്പം വന്ന് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ എന്തായാലും പോസിബിൾ ആയിരിക്കില്ല. നമുക്ക് ഓഫ്ലൈൻ ക്ലാസ്സസ് ആയാലും ഓൺലൈൻ ക്ലാസ്സസ് ആയാലും എങ്ങനെയാണ് അതിന്റെ ടൈമിങ്സും ഡ്യൂറേഷൻസ് ഒക്കെ വരുന്നത്? നമുക്ക് ഓഫ്ലൈൻ ആണെങ്കിലും ഓൺലൈൻ ആണെങ്കിലും നമുക്ക് മോർണിംഗ് ബാച്ചസ് ഉണ്ട്, ആഫ്റ്റർനൂൺ ബാച്ചസ് ഉണ്ട്, ദെൻ ഈവനിങ് ബാച്ചസ് ഉണ്ട്. 3 ടൈപ്പ് ബാച്ചസ് നമ്മൾ അവൈലബിൾ ആയിട്ട് പ്രൊവൻഷൻ ചെയ്യുന്നുണ്ട്. ബേസിക്കലി നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈവനിങ് ബാച്ചസ് ഉദ്ദേശിക്കുന്നത് വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈവനിങ് ബാച്ചസ് പ്രൊവൻഷൻ ചെയ്യുന്നത്. ഓക്കെ, നഴ്സസിന് ക്ലാസ്സസ് ഒക്കെ ഫ്രീ ആണെന്ന് അറിയാം. അപ്പൊ സ്റ്റുഡൻസിനൊക്കെ എങ്ങനെയാണ്? നമ്മൾ സ്റ്റുഡൻസിന് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് നമ്മൾ ലാംഗ്വേജ് സ്റ്റഡീസിനുള്ളത് പ്രൊവൻഷൻ ചെയ്യുന്നത്. A1 ആവുമ്പോൾ അവർക്ക് ₹6,000 ആർക്കായാലും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു മിഡിൽ ക്ലാസ് ലോവർ മിഡിൽ ക്ലാസ് ഫാമിലിക്ക് ആണെങ്കിൽ ഏത് സ്റ്റുഡൻസിനും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് നമ്മൾ A1 തൊട്ട് B2 വരെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈച്ച് ലെവലിന് നമ്മൾ ₹6,000 ആണ് ഓഫ്ലൈൻ ആണെങ്കിലും ഓൺലൈൻ ആണെങ്കിലും നമ്മൾ ചാർജ് ചെയ്യുന്നത്. ബട്ട് കമ്മിങ് ടു നഴ്സസിന്റെ ഇതിൽ നമ്മൾ ടോട്ടലി ഫ്രീ ആയിട്ടാണ് നഴ്സസിന് ലാംഗ്വേജ് സ്റ്റഡീസ് കൊടുക്കുന്നത്. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഫ്രീ എന്ന് പറയുമ്പോൾ ഒന്നും ഫ്രീ ആയിട്ട് ലഭിക്കില്ല എന്നറിയാം നമുക്ക്. ബട്ട് ഇവരുടെ പഠിക്കുന്ന ലാംഗ്വേജ് ഫീസ് കാര്യങ്ങളെല്ലാം ജർമ്മനിയിൽ നിന്ന് എംപ്ലോയീസ് സ്പോൺസർ ചെയ്യും. അതുകൊണ്ടാണ് നമുക്ക് നഴ്സസിന് ഫ്രീ ആയിട്ട് ലാംഗ്വേജ് സ്റ്റഡീസ് കൊടുക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കൊരു ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു സോഴ്സ് ജർമ്മനിയിൽ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ക്രൈറ്റീരിയാസ് ഒക്കെ മീറ്റ് ചെയ്യാൻ പറ്റുന്നത്, അല്ലേ? യെസ്, ഡെഫിനറ്റ്ലി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എഡ്യൂസ്ട്രീം ഓവർസീസിനെ സംബന്ധിച്ചിടത്തോളം ജർമ്മനിയിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഓഫീസ് ഉണ്ട്. ദെൻ കേരളത്തിൽ നമുക്ക് രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഓഫീസ് ഉണ്ട്. ഇപ്പൊ എന്ത് നമുക്ക് ഫിംഗർ ടിപ്പിൽ ഗൂഗിൾ ചെയ്താൽ കിട്ടുന്ന കാലമാണ്. അപ്പൊ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ജർമ്മൻ ഗവൺമെന്റിന്റെ വെബ്സൈറ്റിൽ തന്നെ എഡ്യൂസ്ട്രീം ഓവർസീസിന്റെ രജിസ്ട്രേഷനും വിത്ത് റിക്രൂട്ട്മെന്റ് ലൈസൻസിന്റെ ഡീറ്റെയിൽസ് പ്രൊവൈഡബിൾ ആണ്. പ്ലസ് കേരളത്തിലും നമുക്ക് ലൈസൻസിങ് കാര്യങ്ങളുള്ളതാണ്. അതെ, നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പൊ ഒരുപാട് ഓവർസീസ് ഒരുപാട് കമ്പനീസ് നമ്മുടെ ചുറ്റും നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ഏതാണ് ട്രസ്റ്റബിൾ എന്ന് നമുക്ക് തിരിച്ചറിയാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഇവരുടെ വെബ്സൈറ്റിൽ എഡ്യൂസ്ട്രീം ഓവർസീസിന്റെ വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ മതി. എഡ്യൂസ്ട്രീം ഓവർസീസ് ജർമ്മനിയിൽ മാത്രമല്ല യൂറോപ്പിലും ഓഫേഴ്സ് തരുന്നുണ്ട്. എന്റെ കൂടെ ഇപ്പോൾ ഉള്ളത് മിസ്റ്റർ ഷോൺ ആണ്. നമുക്ക് കൂടുതൽ വിവരങ്ങൾ മിസ്റ്റർ ഷോണോട് ചോദിച്ചറിയാം. ഹലോ സർ. ഹലോ. എന്തൊക്കെയാണ് നമുക്ക് യൂറോപ്പിലുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ബേസിക്കലി എഡ്യൂസ്ട്രീം പ്രൊവൈഡ് ചെയ്യുന്നത് എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊഫഷണൽ ജോബ് ഓഫേഴ്സ് ആണ് ഫോക്കസ് ചെയ്യുന്നത്.
Some programs are totally free upon completion of our terms and conditions. Our services starts from learning foreign language, special German, because Germany got more opportunities for nurses, medical professionals, IT professionals, and engineers. Okay. That doesn't mean there is no other opportunities for other kind of jobs, but if they are showing the competency of language or proficiency in foreign language, we can provide them more opportunities to work. ഓക്കെ, അതായത് മര്യാദയ്ക്ക് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, അതായത് മര്യാദയ്ക്ക് ലാംഗ്വേജും കാര്യങ്ങളും പഠിച്ച് ടെസ്റ്റ് പാസ് ആയാൽ മാത്രമാണ് സ്കിൽഡ് ആയാലും നോൺ സ്കിൽഡ് ആയാലും രണ്ട് കാറ്റഗറീസ് ഉള്ള ആൾക്കാർക്ക് ജോബ് ഓഫർ കിട്ടുള്ളൂ. സോ നമുക്ക് മാൾട്ടയിൽ അല്ലെങ്കിൽ അതുപോലെ വേറെ ഏതൊക്കെ സ്ഥലത്താണ് നമുക്ക് ഓപ്ഷൻസ് ഉള്ളത്? See, we got all network with the European countries. We can provide them placements. Sometimes we can offer everything for free. The potential employee selected by ideal candidate. ഓക്കെ. If they can sponsor their visa and everything, including the flight ticket to travel. Okay. Okay. And you also have an office or a coordinator at Germany? We got a office in Germany, Okay. Freiburg. So we are coordinating. One of our client person is coordinating from there. Okay. His name is Shiljo. He is coordinating from there. He is already settled over there, and he is taking part of the placements in Germany. ഓക്കെ. ആൻഡ് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, എങ്ങനെയാണ് നിങ്ങൾ പ്ലേസ്മെന്റ്സ് അല്ലെങ്കിൽ ഹൗ ഡു യു റിക്രൂട്ട് പീപ്പിൾ ഫ്രം ഹിയർ? Because we got enquiries from the employer side, ഓക്കെ. and we got the potential candidates waiting over here. Okay. If they can make up a tie-up from here and there, and if the employer is happy, we can give them every service for free. സോ അതുകൊണ്ടാണ് ബേസിക്കലി നമുക്ക് കോസ്റ്റ് ഫ്രീ ആയിട്ട് നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റുന്നത്, അല്ലേ? You see, it doesn't mean it's open with the free of language education, but the thing, we upon completion we will refund it, and we are the low cost providers of language education in this locality. യെസ്, അതായത് നമ്മൾ ഇവിടുന്ന് നമ്മൾ എന്തെങ്കിലും എക്സ്പെൻസ് നമ്മുടെ കയ്യിലാവുന്നുണ്ടെങ്കിൽ പോലും ഇറ്റ് വിൽ ബി റിയംബേഴ്സ് ബൈ ദ സ്പോൺസർ, ബൈ ദി എംപ്ലോയർ, റൈറ്റ്? So we can reimburse to the candidate. Okay. And so this is the basic reason why we should choose EduStream Edu overseas. services, and basically I coordinated candidates or potential employers outside Kerala. Okay. So presently I am not here, Okay. but I am coordinating by outside Kerala candidates. ഓക്കെ. ഓക്കെ. നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടത്. ചാലക്കുടിയിൽ തന്നെ ലോ കോസ്റ്റ് ആയിട്ട് ഏറ്റവും അഫോർഡബിൾ ആയിട്ടാണ് നമുക്ക് ഇവിടെ വന്ന് EduStream ഓവർസീസിൽ പഠിക്കാൻ പറ്റുന്നത്. കമ്പയർ ടു അതർ ഓവർസീസ് കമ്പനി ഇറ്റ് ഈസ് എ ബിറ്റ് മച്ച് മോർ ഹയർ. അതുകൊണ്ട് തന്നെ കോസ്റ്റ് കുറച്ചുകൂടിയും ഹൈ ആയതുകൊണ്ടാണ് ചില ആൾക്കാർക്കൊന്നും പെട്ടെന്ന് പോയി പഠിക്കാനോ അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ ഇവിടെ നമ്മൾക്ക് കോസ്റ്റ് ഫ്രീ ആണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ട്രസ്റ്റബിൾ ആണ്. കാരണം ഇവർക്ക് തന്നെ EduStream ഓവർസീസിന് തന്നെ അവിടെ ഒരു എംപ്ലോയറും അവിടെ ഒരു സ്പോൺസർ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇവിടുന്ന് എന്തെങ്കിലും ഫീസോ നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ചിലവാകുന്നുണ്ടെങ്കിൽ തന്നെ അത് റീഎംബേഴ്സ് ചെയ്ത് അവിടുത്തെ എംപ്ലോയർ സ്പോൺസേർഡ് ആയിട്ടുള്ള എംപ്ലോയേഴ്സ് നമുക്കത് റീഎംബേഴ്സ് ചെയ്ത് തരും. അതുകൊണ്ടാണ് കോസ്റ്റ് ഫ്രീ ആയിട്ട്, വളരെ ഫ്രീ ആയിട്ട് നമുക്കൊരു ജോലി ജർമ്മനിയിൽ നേടാൻ പറ്റുന്നത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്. EduStream ഓവർസീസ് എന്ന് ഞാൻ ആദ്യം കേട്ടപ്പോൾ എന്താണ് ഈ ഫേം അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഫേം സ്റ്റാർട്ട് ആയതെന്ന് അറിയാനായിരുന്നു എനിക്ക് ഫസ്റ്റ് ഒരു ഈഗർനെസ് ഉണ്ടായിരുന്നത്. അതറിഞ്ഞപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. സോ എൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളത് അനു ആണ്. അനു 7 years ആയിട്ട് ജർമ്മനിയിലാണ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാം. ഹായ് അനു. ഹലോ. അനു, എങ്ങനെയാണ് ഈ EduStream ഓവർസീസ് എന്നൊരു ഫേം നമുക്ക് എങ്ങനെയാണ് അത് സ്റ്റാർട്ട് ആയത്? ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാനായിട്ട് ആദ്യമായിട്ട് ആഗ്രഹിച്ച സമയത്ത് ഇവിടെ ചാലക്കുടിയിൽ നിയർ ബൈ ആയിട്ട് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കോട്ടയത്ത് പോയിട്ടാണ് ലാംഗ്വേജ് പഠിച്ചത്. അപ്പൊ അന്നേ എന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ഐഡിയ ആയിരുന്നു നിയർ ബൈ ആയിട്ട് ചാലക്കുടിയിൽ ഒരു ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങാന്നുള്ളത്. അങ്ങനെയാണ് ഞാൻ EduStream ഓവർസീസ് കൺസൾട്ടൻസി ആൻഡ് ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന ആശയത്തിലേക്ക് എത്തിയത്. ഓക്കെ. അപ്പം ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ഡിസ്റ്റൻസ് വന്നത് കൊണ്ടാണ്, അതായത് പോയി പഠിക്കാൻ ഒരു ബുദ്ധിമുട്ട് അനുവിന് ഉണ്ടായതുകൊണ്ടാണ് ഇനി വേറൊരാൾക്കും ഉണ്ടാവരുത്, ഓപ്പർച്യൂണിറ്റീസ് ചാലക്കുടി തന്നെ വേണം എന്ന് ആഗ്രഹിച്ചിട്ടാണല്ലേ ഇത് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ പ്ലസ് അനുവിന് ഓൾറെഡി എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അതിനെ കുറിച്ചും കൂടി പറയാമോ? ഞാൻ ജർമ്മനിയിലും നാട്ടിലും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നിയിട്ടുള്ള പേഴ്സണലി തോന്നിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് നഴ്സിംഗ് എന്നുള്ള പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ നാട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും നല്ല രീതിയിൽ വർക്ക് ചെയ്യാനുണ്ട്. പക്ഷെ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സാലറി ആയിട്ട് വരുന്നത് 25,000 രൂപയ്ക്കാണ്. ആ സ്ഥാനം നമ്മൾ ജർമ്മനിലൊക്കെ പോയി വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മന്ത്ലി 3 lakhs അല്ലെങ്കിൽ 4 lakhs സ്റ്റാർട്ടിങ് സാലറി നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നാട്ടിൽ അത്രയും വർക്ക് നമുക്ക് അവിടെ വരുന്നില്ല. നമുക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും.
അതായത് നമ്മുടെ നാട്ടിലുള്ള വർക്ക് പ്രഷറും വർക്ക് ടെൻഷനും വർക്കിംഗ് അവേഴ്സും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ജർമ്മനിയിൽ നമുക്ക് വളരെ വർക്കിംഗ് അവേഴ്സും കുറവാണല്ലോ അല്ലെ നഴ്സസിനൊക്കെ. 8 hours ആണ് നമുക്ക് ഡേ ഷിഫ്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ. നൈറ്റ് ഷിഫ്റ്റ് ആണെങ്കിൽ 12 hours ആണ്. പക്ഷെ അത് ഡിപ്പെൻഡ് ആണ്. ഓൾഡ് ഏജ് ഹോമുകളുണ്ട്, അതുപോലെ ഹോസ്പിറ്റൽസ് ഉണ്ട്, അതിന്റെ ടൈം അവേഴ്സ് ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ. അപ്പൊ ഈ വീഡിയോ കാണുന്ന നഴ്സസിനോട് എന്താണ് അനുവിന് പറയാനുള്ളത്? നഴ്സസിന് പറ്റിയുള്ള ബെസ്റ്റ് ഒരു ഓപ്ഷൻ ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് തന്നെ പറയാണ്, ജർമ്മനിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരെയും ഞാൻ എജുസ്ട്രീം ഓവർസീസ് കൺസൾട്ടൻസി ആൻഡ് ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട് വെൽക്കം ചെയ്യുന്നു. അപ്പൊ നമ്മുടെ എജുസ്ട്രീം ഓവർസീസിന്റെ ലൊക്കേഷൻ വരുന്നത് ചാലക്കുടി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്ന് കണ്ണമ്പുഴ അമ്പലത്തിലേക്ക് പോകുന്ന വഴിക്ക് നെക്സസ് ടവറിന്റെ ബാക്ക് സൈഡിലാണ് ഓഫീസ് വരുന്നത്.